ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വോട്ടർ പട്ടികയിൽ എങ്ങനെ പേര് ചേർക്കാം എന്നുള്ളതാണ്. ആദ്യമായിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോർണറിലായിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, വീണ്ടും മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക, ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു OTP വരും. നിങ്ങളുടെ രജിസ്റ്റർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ മൊബൈൽ നമ്പറും നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്കിതിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം, ക്യാപ്ച എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ മുകളിലെ ഫസ്റ്റ് ഓപ്ഷനാണ് നെയിം ഇൻക്ലൂഷൻ, പേര് ചേർക്കാനുള്ള ഓപ്ഷനാണത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ജില്ല, അതുപോലെ ലോക്കൽ ബോഡി, വാർഡ്, താലൂക്ക്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ബേസിക്കായിട്ടുള്ള നിങ്ങൾ പേര് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വാർഡും പോളിംഗ് സ്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണും. ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ അയൽപക്കത്താരുണ്ടെങ്കിലും ക്രമ നമ്പർ, വോട്ടർ പട്ടികയിലുള്ള ക്രമ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഈ ക്രമ നമ്പർ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേര് അവിടെ താഴത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ ക്രമ നമ്പർ എൻ്റർ ചെയ്തിട്ട് അവർ നെയ്ബറാണോ ഫാമിലി റിലേഷനാണോ എന്നുള്ള തൊട്ടപ്പുറത്ത് കൊടുക്കുക. അതുപോലെ വോട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യാനുണ്ട്. ഇതിൽ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യണം. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങളാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ മലയാളത്തിൽ എൻ്റർ ചെയ്യാൻ നമുക്കൊരു ഉപകാരപ്പെടുന്നൊരു ലിങ്കാണ് ഈ കുറ്റി പെൻസിൽ എന്ന് പറയുന്നത്. കുറ്റി പെൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ നമുക്കിവിടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് അത് കൺവേർട്ട് ആവും. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്കത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ഈ സൈറ്റിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മലയാളം ടൈപ്പിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ അഡ്രസ്സ്, അതുപോലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ ID പ്രൂഫായിട്ട് മാച്ചായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ്. ഫോട്ടോ റീസൈസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇതിൽ അളവ് കൊടുത്തിട്ടുണ്ട് ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 240x320 പിക്സലിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അത് നമ്മൾ എല്ലാം ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ നോക്കിയിട്ട് കൺഫർമേഷൻ റെഡിൽ മുകളിലായിട്ട് കാണാം, കൺഫേം എന്ന് പറയും. അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരും. പ്രിൻ്റ് ഹിയറിംഗ് നോട്ടീസ്, അതുപോലെ പ്രിൻ്റ് ഫോം 4, ഇത് രണ്ടും പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അതിൽ പറഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങളെ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി എവിടെയാണോ അത് എന്ത് വരുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ ഹിയറിങ്ങിന് ഹാജരാകുമ്പോൾ ഈ പ്രിൻ്റ് ഔട്ട്, അതുപോലെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ID കാർഡ് കൊണ്ടുപോകും.